നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 8-ാം അധ്യായം 29-ാം ശ്ലോകം. ഓം 15-ാമത്തെ ഭാഗമായിട്ട് പറയണു. ഓം മന്യേ ത്വാം കാലമീശാനമനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിധ കലി. ത്വാം അങ്ങയെ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ, ഈശാനം എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാൻ, അനാദിനിധനം ആദിയും അന്തവും മധ്യവും ഇല്ലാത്തതായിട്ടുള്ള ഭഗവാൻ, വിഭും ഇതെല്ലാം വിഭാവനം ചെയ്തതായിട്ടുള്ള ഭഗവാൻ, സമം എല്ലാ ദിക്കിലും സമഭാവന, അത് ഭഗവാൻ എപ്പോഴും അങ്ങനെ ഭഗവാൻ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഭഗവാൻ സർവത്ര എല്ലാ ദിക്കിലും, സർവത്ര ഇന്ന ദിക്കില് ഇന്ന കാലത്ത് എന്നൊന്നുമില്ല, എല്ലാ സമയത്തും ചരന്തം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള ഭാവത്തിൽ ഞാൻ ഭഗവാനെ കാണുന്നു, മന്യേ വിചാരം ചെയ്യുന്നു, മനനം ചെയ്യുന്നു, മാനിക്കുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ഇങ്ങനെ യാതൊന്നാണോ ഈ ഭൂതാനാം ഈ ജീവജാലങ്ങൾക്ക് മിഥഹ പരസ്പരം കലി കലഹം ഉണ്ടാക്കുന്നത്. ഭഗവാനെക്കുറിച്ച് ഭഗവാന്റെ ഏറ്റവും പോസിറ്റീവ് എല്ലാം പറഞ്ഞതിൻ്റെ ശേഷം ഭഗവാന്റെ ഒരു ഇച്ഛയാണ് ഈ കലിയും കലിദോഷങ്ങളും മറ്റ് പലതും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പ്രകൃതിയുടെ നിലനിൽപ്പിന് ഈ നെഗറ്റീവ്സും വേണം, ഇതാണ്. അപ്പോൾ ഭഗവാനോട് പറയാണ്, ഈ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ സ്തുതിക്കാൻ എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് നിർബന്ധിച്ച് സ്തുതിപ്പിക്കേണ്ടി വരിക. അപ്പോൾ അതിന് കാരണം ഈ കലിയാണ്. ദോഷങ്ങൾ നമുക്കുണ്ടാകുമ്പോഴാണല്ലോ പരിഹരിക്കാൻ വേണ്ടി, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ശ്രീകൃഷ്ണൻ ഈ വിഭാവനം ചെയ്യുന്നതായിട്ടുള്ള അതേ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇതിനെ പരിഹരിക്കാനും. അപ്പോൾ അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ട്. അതിനെ ഈശ്വരന്മാർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട്, അത് എന്തിന് എന്നുള്ളതാണ്, നമ്മുടെ പ്രാരബ്ധം തീർക്കാനാണ്. സൃഷ്ടി എത്ര കാലമാണോ നിലനിൽക്കേണ്ടത് അത്രയും കാലം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഭഗവാനെ കൃഷ്ണ അങ്ങ് ദേവകീപുത്രനല്ല, കാരണം ഈശ്വരനാണ്. ഇപ്പോൾ ദേവകീപുത്രനായിട്ട് ഒരു നാടക നടനെ പോലെ ഇവിടെ വന്നു, അത്രയേ ഉള്ളൂ. കാലസ്വരൂപനായിട്ടുള്ള എല്ലാം നിയന്ത്രിക്കുന്നതായിട്ടുള്ള അതാത് സ്ഥാനങ്ങളിൽ നിർത്തുന്നതായിട്ടുള്ള, അത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭഗവാന് ജനന മരണാദികളോ ജന്മമില്ല, കർമ്മമില്ല, ഒന്നുമില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ ഭൂതങ്ങൾ തമ്മിൽ കലഹമുണ്ടാക്കുന്നത്, ഇത് ഭഗവാന് ആരോടെങ്കിലും പ്രത്യേകമായിട്ടൊരു വിരോധമോ അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായിട്ടൊരു സ്നേഹമോ ഇല്ല. ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് ദുര്യോധനനോട് സ്നേഹമേ ഉള്ളൂ, അലോഗ്യമില്ല, വിരോധമില്ല. എനിക്ക് ദുര്യോധനനോട് സ്നേഹവും ഇല്ല, വിരോധവും ഇല്ല. അർജുന, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നില്ല. എനിക്ക് നീയും ദുര്യോധനനും സമരാണ്. പക്ഷേ യദ്യപി തുല്യദർശനാത്, ഇങ്ങനെ ഭഗവാൻ പറയുന്നുണ്ടെങ്കിലും ചെയ്തത് അങ്ങനെയാണോ? ദുര്യോധനന്റെ കുലം മുഴുവൻ നശിപ്പിച്ചു ഭഗവാൻ, ഒരാളെ ബാക്കി വെച്ചില്ല. അപ്പോൾ രണ്ടുപേരും സമാണെന്ന് ഭഗവാൻ പറഞ്ഞ കളവല്ലേ? കളവല്ല. ഭഗവാനെ സംബന്ധിച്ച് ദുര്യോധനനും അർജുനനും തുല്യരാണ്. പക്ഷേ നമുക്ക് ഈ അർജുനൻ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത്, ദുര്യോധനൻ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത്, അതിൻ്റെ വേർതിരിവുണ്ടായത് കൊണ്ട് അർജുനൻ എന്താണോ ഭഗവാന് കൊടുത്തത് അതിൻ്റെ 100 ഇരട്ടിയാണ് തിരിച്ചു കൊടുത്തത്. ദുര്യോധനൻ എന്താണോ കൊടുത്തത് അതിൻ്റെ 100 ഇരട്ടിയാണ് തിരിച്ചു കൊടുത്തത്. കൃഷ്ണനെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന ദുര്യോധനൻ കൃഷ്ണൻ്റെ ഈ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് ഒട്ടും ബാക്കിയില്ലാത്ത രീതിയിൽ നശിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. നമ്മൾ അങ്കടം എന്താ കൊടുക്കുക വെച്ചാൽ അതാ കിട്ടുക.
അപ്പം അതുകൊണ്ടാണ് ഈ ആചാരാനുഷ്ഠാനങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയാനുള്ള കാരണം, എല്ലാ ദിവസവും നാം ചെയ്യേണ്ട കടമകൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ? ഉറങ്ങാതിരിക്കാൻ പറ്റുമോ? അതേപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള എല്ലാവർക്കും ഇത് വേണ്ടേ? അപ്പം അതിന് ആഹാരം ഉണ്ടാക്കണം, ഉറങ്ങാനുള്ളത് ഉണ്ടാക്കണം. അപ്പം അതിന് പ്രവൃത്തി ചെയ്യണ്ടേ? ആ പ്രവൃത്തി ചെയ്യുന്നതിന് ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ നിവൃത്തി മാർഗമായിട്ട് കണക്കാക്കണമെന്നാണ്. അപ്പം ഇങ്ങനെ ഭൂതജാലങ്ങൾക്ക് ഈ പരസ്പരം ഇത് കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവണമെങ്കിൽ വൃത്തികളിലൂടെ അല്ലാണ്ട് പറ്റില്ല, പ്രവൃത്തികളിലൂടെ അല്ലാണ്ട് പറ്റില്ല. ഒരാൾ ഒരു ജോലി ചെയ്യണു, മറ്റാൾ അതിൻ്റെ ഒരുപക്ഷെ വിപരീതം തന്നെ ചെയ്തേക്കാം. എങ്കിലും പരസ്പരം ഒരു കൂട്ടുത്തരവാദിത്വം ഉണ്ട്. അതങ്ങനെ ആയാൽ തന്നെ പറ്റുള്ളൂ. അതങ്ങനെ വേണം. നമ്മൾ ഒരു കിണർ കുഴിക്കുമ്പോൾ ഭൂമിയെ കുഴിക്കുകയാണ്. ആ ഭൂമിയെ കുഴിക്കുന്നത് ഭൂമിക്ക് സമ്മതമല്ല. പക്ഷെ ആ ഭൂമിയിൽ ജലമുണ്ടാകുമ്പോൾ ആ ജലത്തെയാണ് നമ്മൾ കുടിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഈ സതുദ്ദേശം ഈ ചെയ്തതായിട്ടുള്ള പ്രവൃത്തിയുടെ ദോഷത്തെ ഇല്ലാണ്ടാക്കണു. അത്രയേ ഉള്ളൂ. നമ്മൾ ചില തെറ്റുകൾ ചെയ്താലേ ചില ശരികൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുമ്പോൾ ശരി. എല്ലാ സമയത്തും അത് ശരിയല്ല, ചില സമയത്ത് അത് തെറ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത് ലോകത്തിലെ എല്ലാ ഭൂതജാലങ്ങൾക്കും ഒരേപോലെ, ജീവജാലങ്ങൾക്ക് ഇത് നേരിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് പറയാണ്, ഭഗവാന് ആരോടും പ്രത്യേകിച്ച് ഈ വിരോധമില്ല, തുല്യഭാവനയാണ്, സമഭാവനയാണ്. അപ്പോൾ കലഹമുണ്ടാകുന്നു എന്നല്ലാതെ ഇത് ഭഗവാനെ ബാധിക്കുന്നില്ല എന്നതും പ്രത്യേകം. അപ്പോൾ ആർക്കാണോ കൂടുതൽ ശക്തി, അയാൾ ഈ ശക്തി ഇല്ലാത്തയാളെ ഉപദ്രവിക്കുമ്പോൾ ഭഗവാന് ഈ ശക്തിയില്ലാത്തയാൾ സാത്വികനാണെങ്കിൽ ആ സാത്വികനെ രക്ഷിക്കേണ്ടതായിട്ടുള്ള, തൻ്റെ ഭക്തനാണെങ്കിൽ ഭക്തനെ രക്ഷിക്കേണ്ടതായിട്ട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അത് ചെയ്യും. അപ്പോൾ ദുർബലന്മാരെ സംരക്ഷിക്കുക എന്ന ആ ധർമ്മത്തെ ഭഗവാൻ ചെയ്യുക തന്നെ ചെയ്യും. ഇനി ദുർബലൻ പ്രബലനെ ആണ്, പ്രബലൻ സാത്വികനാണ്, ദുർബലൻ ഒരു ഒന്നുമില്ല കൂട്ടാൻ പറ്റാത്ത ആളാണെന്ന് കൂട്ടുക, അയാൾ ചീത്തയാളാണെന്ന് കൂട്ടുക. ആ ചീത്തയാളെ നന്നായിട്ട് നടത്താൻ ഈ പ്രബലന് സാധിക്കും. അപ്പോൾ അവിടെ രക്ഷയുടെ ആവശ്യമില്ല. അപ്പോൾ ദുർബലൻ സാത്വികനാണെങ്കിൽ സാത്വികത നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചെയ്യുന്ന ചില ഇച്ഛകൾ അത് നമുക്ക് ലീലകളായിട്ട് കാണാൻ സാധിക്കും. അത് ഭഗവാൻ ചിലപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആവും. ഇത്രയേ ഉള്ളൂ. മന്യേത്വാം കാലം, ഞാനിതാ മനസ്സിലാക്കണു, അങ്ങ് കാലസ്വരൂപനാണ്, ഈശ്വരനാണ്. മഹാദേവൻ ഈശാനൻ, ഇവിടെ ഈശ്വരൻ ഭഗവാൻ തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയുള്ള ഈ അനാദി നിധനം, ആദിയില്ല, അന്തമില്ല, ഒന്നുമില്ല, ആദിമധ്യാന്തങ്ങൾ. കാരണം ജന്മം ഉണ്ടെങ്കിലേ ആദിമധ്യാന്തങ്ങളൊക്കെ ഉള്ളൂ. ജന്മമില്ലാത്ത ഒരാൾക്ക് എന്താ ആദിമധ്യാന്ത? ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങ് വിഭാവനം ചെയ്ത ഇച്ഛയ്ക്കനുസരിച്ച് പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ സഞ്ചരിക്കുന്നില്ല, ഭഗവാന്റെ ഇച്ഛയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സമം ചരന്തം സർവത്ര, എന്നുമുണ്ട്, എപ്പോഴും ഉണ്ട്. അതിങ്ങനെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന്റെ ഇച്ഛ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അതിൽ ഒന്ന് മാത്രമാണ് ഭൂതാനാം യൻ മിഥ കലി. പരസ്പരം ഈ ജീവജാലങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഈ കലഹമുണ്ടാകുന്നത് അതിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ കലിയുണ്ട്, അതേപോലെ തന്നെ സ്നേഹാധികാരങ്ങൾ അതുമുണ്ട്. ഇത് രണ്ടും ഉണ്ടാക്കുന്നത് ഭഗവാനാണ്. പക്ഷേ ഭഗവാന് സമഭാവനയാണ്. അപ്പോൾ ഭഗവത്വം എന്തുകൊണ്ട് എന്ന് കുന്തി അവിടെ സമർത്ഥിക്കുകയാണ്. ഞാൻ എന്തുകൊണ്ട് എൻ്റെ സഹോദരി പുത്രനായിട്ട് കാണണ്ട, ഞാൻ ഈശ്വരനായിട്ട് കാണുന്നു. അത് അങ്ങേക്ക് അർഹതയുണ്ട്, അതുകൊണ്ടാണ്. അങ്ങ് അതാണ് ഇപ്പം എനിക്ക് മനസ്സിലാവണു. മന്യേ ത്വാം കാലം ഈശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യൻ മിഥക്കലി. എനിക്ക് ഭഗവാനെ അങ്ങയെ നല്ലോണം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങയുടെ ഓരോ പ്രവൃത്തികളും എന്നെ അനുഗ്രഹിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ദുർബലയായതുകൊണ്ട്, എൻ്റെ കുട്ടികൾ ദുർബലന്മാരായതുകൊണ്ട്
ദുർബലന്മാരായിട്ടല്ല കേട്ടോ, കുന്തി പറയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് സഹായിക്കാൻ അങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങ് ഈശ്വരനാണ്. പിന്നെ എൻ്റെ കുട്ടികളും ഈ എൻ്റെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ കുട്ടികളും തമ്മിലുള്ള ഈ കലഹം അത് വേണമെന്ന് വിചാരിച്ചതും ഭഗവാനെ അങ്ങ് തന്നെയല്ലേ. അതിനങ്ങയെ കുറ്റം പറയാൻ നിവൃത്തിയില്ല. കാരണം ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ്. അത് ഞങ്ങൾ തമ്മിലായിപ്പോയി. അതായിരിക്കും ഭഗവാന്റെ ഇച്ഛ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എങ്കിലും ഭഗവാനെ ഇതെല്ലാം അങ്ങയാൽ തീരുമാനിക്കപ്പെട്ടതായതുകൊണ്ട് അങ്ങ് ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരനെ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ, ഈശ്വരനെ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പരിഭവമില്ല. കാരണം അങ്ങ് എപ്പോഴും എന്നെ രക്ഷിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴൊക്കെ ആപത്തുള്ള വെച്ചാൽ അപ്പോഴൊക്കെ അങ്ങ് എൻ്റെ മുമ്പിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങയെ ആരാധിക്കാനോ പൂജിക്കാനോ ഇതിന് മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. ഇത് എപ്പോഴും എനിക്ക് ചെയ്യാൻ സാധിക്കണം, അത്രയേ ഉള്ളൂ. അതിന് ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു, ഈശ്വരനായിട്ട് ആശ്രയിക്കുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങ് ഈശ്വരനാണ് എന്ന്. ഈ കലഹം ഉണ്ടാക്കിയതും അങ്ങാണ്, അപ്പോൾ പരിഹരിക്കേണ്ടതും അങ്ങ് തന്നെയാണ്. ഈ കലഹം അങ്ങോട്ട് പരിഹരിച്ചാൽ പോരെ? എന്നാൽ എത്ര എളുപ്പമുണ്ട്. കലഹം പരിഹരിച്ചില്ല ഭഗവാനെ. പരിഹരിച്ചത് ആ ദുഷ്ടന്മാരെ നശിപ്പിച്ചുകൊണ്ട്, കലഹത്തിനുള്ള ഹേതു കാരണം ആണ് ഭഗവാൻ നശിപ്പിച്ചത്. ഭഗവാൻ എപ്പോഴും അങ്ങനെയാണ്, കാരണത്തെയാണ് ഇല്ലാണ്ടാക്കുക. കാരണസ്വരൂപനായിട്ടുള്ള ഭഗവാൻ കാരണത്തെയാണ് ഇല്ലാണ്ടാക്കുക. അതുകൊണ്ടാണ് അവർക്ക് നശിക്കേണ്ടി വന്നത്. മന്യേ ത്വാം കാലം ഈശാനം അനാദിനിധനം വിഭും സമം ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥ കലി. ഇപ്പോൾ ത്വാം കാലം ഈശാനം അനാദിനിധനം വിഭും സമം സർവത്ര ചരന്തം മന്യേ യത് ഭൂതാനാം മിഥ കലിഹി. സദാസമയത്തും സംഭവിപ്പിക്കുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഈശ്വരനായിട്ട് നമസ്കരിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. മന്യേ ത്വാം കാലമീശാനമനാദിനിധനം വിഭും സമഞ്ചരന്തം സർവത്ര ഭൂതാനാം യന്മിഥ കലി. ഇനി 30ാമത്തെ ശ്ലോകം. ന വേദ കശ്ചിൽ ഭഗവംശ്ചികീർഷിതം തവേഹമാനസ്യ നൃണാം വിഡംബനം നയസ്യ കശ്ചിത് ദയിതോസ്തി കർഹിജിൽ ദ്വേഷ്യശ്ച യസ്മിൻ വിഷമാമതിർനൃണാം. ഇതിനെ സമർത്ഥിക്കാൻ നല്ലോണം ശ്രമിക്കുക, എളുപ്പമല്ല. ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണ, നൃണാം ഈ മനുഷ്യരുടെ വിഡംബനം, നാടകം, അനുകരണം, മോണാക്ട് അങ്ങനെയൊക്കെയല്ലേ, അതൊക്കെ അനുകരണങ്ങളാണ്. ഈഹമാനസ്യ എന്തെങ്കിലും ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്യുന്ന സകാമിയായിട്ടുള്ള മനുഷ്യരുടെ തവ ചികീർഷിതം അങ്ങയുടെ ഈ പ്രവർത്തിക്കാനുള്ള ഇഷ്ടം, ചികീർഷിതം ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കാൻ, ഫലത്തെ ആഗ്രഹിച്ച് പ്രവർത്തിക്കാൻ. ഈഹമാനസ്യ ചികീർഷിതം. അപ്പോൾ ഇത് ഈ മനുഷ്യരുടെ എന്തെങ്കിലും ഒന്ന് വേണമെന്നുള്ള സകാമ പ്രവൃത്തി, ഭക്തിയല്ല ഉദ്ദേശിച്ചത്, സകാമത്തോട് കൂടിയിട്ടുള്ള പ്രവൃത്തി. നമ്മൾ കിണർ കുഴിക്കണമെന്ന് വെച്ചാൽ വെള്ളം കിട്ടാൻ തന്നെയാണ്. വെള്ളം കിട്ടിയിട്ടില്ല വെച്ചാൽ കിണറാ മൂടും, കാരണം സ്ഥലം വേസ്റ്റ് ആവണ്ടാവും വിചാരിച്ച്. രണ്ടും ലക്ഷ്യമാണ്. എന്ന കൂട്ടത്തിൽ ഈഹമാനൻ ആണ് നമ്മളൊക്കെ. അതേപോലെ ചികീർഷിതം, നമ്മൾ എന്താണോ ഇഷ്ടിച്ചാൽ അതുതന്നെയാണ്, ആഗ്രഹിച്ചത് എന്താണോ മുന്നേ കൂട്ടി തീരുമാനിച്ചത് എന്താണോ അത് തന്നെയാണ് നമ്മൾ നടപ്പാക്കുക. പക്ഷേ ഇവിടെ നടപ്പാക്കിയത് ഭഗവാനാണ്. നമുക്ക് അതിനുള്ള കഴിവില്ല. നമുക്കിപ്പോൾ കിണറൊക്കെ കുഴിക്കാൻ പറ്റും, വെള്ളമില്ല വെച്ചാൽ മൂടിയിടാനും പറ്റും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് തന്നെയാണോ വെള്ളം എടുക്കേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ടത് ഭഗവാനാണ്. അപ്പോൾ അവിടെ വെള്ളം കാണുകയും ചെയ്യും, സ്ഥിരമായിട്ട് ആ കിണർ നിൽക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കശ്ചിത് ഒരാളും ന വേദ അറിയുന്നില്ല, എന്ത് യസ്യ ആരുടേതാണോ കശ്ചിത് ദയിതഃ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം എന്നുള്ള നിലയ്ക്ക് കശ്ചിത് ഒരാൾക്ക് ദയിതഃ ഇഷ്ടനായിക്കൊണ്ട്. നമ്മൾ ദയിത എന്ന് പറയുമ്പോൾ ഭാര്യ എന്ന് പറയാറുണ്ട്. അതെന്താ കാരണം വെച്ചാൽ ഭർത്താവിന് എപ്പോഴും ഭാര്യയെ ഇഷ്ടമാവണം, ഭാര്യയ്ക്ക് എപ്പോഴും ഭർത്താവിനെ ഇഷ്ടമാവണം. ഇതൊക്കെ ഒരു നിയമമാണ്. അപ്പോൾ ആ നിയമത്തെ ഇന്ന് കലിയുഗത്തിൽ അത് ലംഘിക്കപ്പെടും, എപ്പോഴും ലംഘിക്കപ്പെടും. അതുകൊണ്ടാണ് പരസ്പരം കലഹവും മറ്റേ ഈ കാര്യങ്ങളൊക്കെ വിപരീതമാവുന്നത്.
അപ്പം അങ്ങനെയുള്ള കശ്ചിത് ദയിതഹ, അത്രയും പ്രിയനായിരുന്നിട്ടും ദ്വേഷ്യ ച, ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് വിദ്വേഷത്തോട് കൂടിയിട്ട് പെരുമാറാൻ യോഗ്യനായിട്ടും കർഹിജ് ഒരിക്കലും ഇല്ല. എന്ത്? യസ്മിൻ അങ്ങയില് നൃണാം, ഈ മനുഷ്യരോട് വിഷമ മതിഹി, സമമല്ലാത്തതായിട്ടുള്ള വിദ്വേഷത്തോട് കൂടിയിട്ടുള്ള ഒരു ബുദ്ധി അങ്ങേക്ക് ഇല്ല. ദുര്യോധനനോട് അങ്ങേക്ക് ദേഷ്യമില്ല. അപ്പോൾ ഭഗവാന്റെ ഈ പ്രപഞ്ചം നിലനിൽക്കാൻ വേണ്ട ഒരു ഇച്ഛയ്ക്കനുസരിച്ചാണ് ഈ കലി ദോഷം മനുഷ്യരിൽ വരുന്നത്. അത് ഈ സകാമം ആണ്. അതുകൊണ്ട് തന്നെ അങ്ങക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാവാൻ സാധ്യതയില്ല. ഓർപ്പിച്ചു. കാരണം അങ്ങ് വിഭുവാണ്, ഈശ്വരനാണ്. അല്ലയോ ഭഗവാനെ, ഈ മനുഷ്യരുടെ ഇങ്ങനെയുള്ള അനുകരണത്തെ ചെയ്യുന്നതായിട്ടുള്ള അങ്ങയുടെ ഈ പ്രവർത്തിപ്പിക്കാനുള്ള ഇഷ്ടത്തെ ഒരാളും, ഭഗവാന്റെ ഇച്ഛയെ ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആരാണോ ഒരാൾ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടനായിട്ട് ഒരാളുണ്ടെങ്കിൽ അതും, അതേപോലെ തന്നെ ഏറ്റവും വിദ്വേഷിക്കാൻ പറ്റുന്ന ഒരാളായിട്ടുണ്ടെങ്കിലും അങ്ങനെയും ഭഗവാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഈ മനുഷ്യർക്ക് ഭഗവാനോട് എപ്പോഴും സ്നേഹം, ബഹുമാനം അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് വേണ്ടത്. അത് ഈ കൃഷ്ണദ്വിട്ട് ആയിട്ടുള്ള ആളുകൾക്കില്ല. ഇനി ഭഗവാനെ സംബന്ധിച്ച് ഒരു തരത്തിലും രണ്ട് എന്നുള്ള ഭാവം ഇല്ല. മനുഷ്യരോട് രണ്ട് എന്നുള്ള ഭാവം ഭഗവാനില്ല. എല്ലാവരും ഒരേപോലെ കാണുന്നു. സമദൃക്കാണ്, സമഭാവനയാണ്, സമചിത്തതയാണ് ഭഗവാന്. ഭക്തന്മാരോടും അങ്ങനെ വേണമെന്ന് ഭഗവാൻ പറയുന്നുമുണ്ട്. ഭഗവാന്റെ വാക്ക് മുഴുവൻ അങ്ങനെയാണ്. അപ്പം അങ്ങ് മനുഷ്യനാട്യത്തെ അനുസരിച്ചാണ് ഇങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ സ്വരൂപം എടുത്തുകൊണ്ട് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അങ്ങയുടെ യഥാർത്ഥത്തിലുള്ള ഇച്ഛ എന്തോ അത് ആർക്കും അറിയില്ല. അങ്ങേക്ക് ഒരാൾ പ്രിയനായിട്ടോ ഒരാൾ ദേഷ്യം അല്ലെങ്കിൽ വിദ്വേഷത്തോട് കൂടിയിട്ടോ ഒരാളില്ല, വിരോധിയായിട്ടോ ഒരാളില്ല. എങ്കിലും അങ്ങ് ചിലരെ രക്ഷിക്കുന്നതായിട്ടും ചിലരെ ശിക്ഷിക്കുന്നതായിട്ടും എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ മർത്യനാകുന്ന മരണശീലമുള്ള നരൻ്റെ ഈ അത്യാഗ്രഹിയായിട്ടുള്ള സകാമ ഭക്തിയോട് കൂടിയിട്ട് സകാമ പ്രവൃത്തി ആണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് പ്രവൃത്തി ചെയ്യാം. അങ്ങനെയുള്ള ഈ മനുഷ്യന് ഈ ഷഡ്വൈരി, ഷഡൂർമി, ഷഡ് അരി, പഞ്ചക്ലേശങ്ങൾ ഇതിലൊക്കെ അടിമകളാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലും ചില ഇന്ദ്രിയങ്ങൾക്കെങ്കിലും അടിമകളായിരിക്കും. അങ്ങനെയുള്ള ഈ രാഗാദി, കാമാദി അല്ലെങ്കിൽ മറ്റേ ആഗ്രഹാദി കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു വിദ്വേഷ ബുദ്ധിയോട് കൂടിയിട്ട് ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിന്തയും പ്രവൃത്തിയുമാണ് ഉണ്ടാവുക. അത് ഈ സമഭാവന ചെയ്യുന്നതായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ച് അത് അങ്ങനെ ഭഗവാനെ കാണാൻ സാധിക്കില്ല. അതായത് ഭഗവാനെ സംബന്ധിച്ച് രണ്ട് എന്നുള്ള ആ ഭാവം നമ്മളാൽ ആരോപിക്കപ്പെടുന്നതാണ്. ഭഗവാന് അതില്ല. അപ്പം എന്താണ് ഭഗവത്വം? ഇത് കുന്തി നന്നായിട്ട് മനസ്സിലാക്കി. ഈ കലിദോഷാദി കാര്യങ്ങളൊക്കെ മർത്യരിൽ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് വരുന്നു. എന്നാൽ ഭഗവാന് ഈ രണ്ടു പേരോടും ഒരേപോലെ സമഭാവനയാണ് ഉള്ളത്. അവരോട് സ്നേഹമോ വിദ്വേഷമോ ഇല്ല, രണ്ടുപേരോടും ഇല്ല. പ്രിയനോട് സ്നേഹമോ ഈ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്ന ദുഷ്ടനോട് വിരോധമോ ഇല്ല. അത് അങ്ങനെയാണ് വേണ്ടത്. രാജാവിന് പോലും, ബ്രാഹ്മണന്, രാജാവിന്, ഭക്തന് ഒക്കെ അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ അത് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട്, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതാണ് ഭഗവത്വവും മർത്യഭാവവും തമ്മിലുള്ള വ്യത്യാസം. മർത്യഭാവത്തിൽ ഈ മായ നമ്മളെ മയക്കുകയാണ്. മയക്കുന്നത് എന്താ? ഈ അഹമ്മയാണ് കാരണം. ഞാൻ ആരോ ആണ്, ഇതെല്ലാം എൻ്റെയാണ്. അപ്പോൾ എനിക്ക് എന്നിൽ നിന്ന്, അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ വേണം, ഇതൊക്കെയാ കുഴപ്പമേ. എന്നെ ആശ്രയിക്കണം, ഞാൻ അവരെ രക്ഷിക്കും. ഇങ്ങനെയുള്ള പല തോന്നലുകളുണ്ട് ഈ അഹമ്മയ്ക്ക്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏഷ അന്യത്വം തവ,
ഞാൻ നീ എന്നുള്ള വ്യത്യാസമില്ലേ? ഇതൊക്കെ വരാനുള്ള കാരണം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ഭാവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇത് ഉണ്ടാക്കിയതായിട്ടുള്ള ഭഗവാന്റെ ആ മനസ്സിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ഇച്ഛയ്ക്ക് നമ്മളോട് ഭാഗവതന്മാരായിട്ടുള്ള നമ്മളോട് പ്രത്യേകിച്ച് സ്നേഹം, അതേപോലെ നമ്മളെ ദ്രോഹിക്കുന്ന ആ അഭക്തന്മാരോട് അല്ലെങ്കിൽ മറ്റേ ദോഷം ചെയ്യുന്നവരോട്, ദുഷ്ടന്മാരോട് പ്രത്യേകിച്ച് വിരോധം ഭഗവാനില്ല. അത് നമ്മൾ നല്ലോണം മനസ്സിലാവണം. അവരെ ഭഗവാൻ വിദ്വേഷിക്കില്ല. നമ്മൾ പ്രാർത്ഥിക്കുക അതാ, ആ ദുഷ്ടന്മാരെ വധിച്ചൂടെ, നമ്മളങ്ങനെ പ്രാർത്ഥിക്കുക. ഭഗവാൻ അത് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ദുര്യോധനാദികളെ മുഴുവൻ ഭഗവാൻ വധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മുടെ ദുഷ്ടന്മാരെ നമുക്ക് ഭഗവാനോട് പറഞ്ഞിട്ട് വധിപ്പിക്കാൻ പറ്റില്ല എന്നാ ചോദ്യം. നമ്മൾ പാണ്ഡവരല്ല, അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം ഉയർന്നിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഉയർന്നാലേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവത്വത്തെ കുന്തി മനസ്സിലാക്കണു എന്നതാണ് ഈ ശ്ലോകങ്ങളെ കൊണ്ട് പറയണത്. നമുക്ക് അറിയുന്നില്ല, ഭഗവാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താ? കുന്തി നേരത്തെ പറഞ്ഞു ഞാൻ സ്ത്രീയാണ്. നമ്മളൊക്കെ ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ട് നമുക്കൊക്കെ സ്ത്രീത്വം ഉണ്ട്. സ്ത്രീത്വം എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ ശരീരം എന്നുള്ളതല്ല. ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളിൽ ഈ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ അടിമപ്പെട്ടിരിക്കും. അതാണ് സ്ത്രീത്വം. മറ്റത് പരമ്പര ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാളെ പാത്രം എന്ന് നോക്കി കണ്ടു എന്നേ ഉള്ളൂ. ആ സ്ത്രീയും ബിഫോറും ആഫ്റ്ററും പുരുഷൻ തന്നെയാണ്, ജീവൻ തന്നെയാണെന്നർത്ഥം. പുമാൻ എന്നുള്ളതിൻ്റെ അർത്ഥം ജീവൻ എന്നാണ്, ചൈതന്യം, ബ്രഹ്മാംശമാണത്. അപ്പം അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. ഭസ്മം കുരിട, ബിഫോർ ആഫ്റ്റർ, ഇൻ ബിറ്റ്വീൻ പാടില്ല. എന്ന വേദ കശ്ചിൽ, നമുക്ക് ഇത് യാതൊന്നും അറിയാൻ സാധിക്കില്ല. ഒരിക്കലും നമുക്ക് അറിയാൻ സാധിക്കില്ല. എന്ത്? ഭഗവംശീകീർഷിതം, ഭഗവാന്റെ ഇഷ്ടമെന്തോ അത് നമുക്ക് അറിയാൻ സാധിക്കില്ല. തവ ഈഹമാനസ്യ, അങ്ങയുടെ ഈ ഈഹമാനനായിട്ടുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം കണക്കാക്കിക്കൊണ്ട് പ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള നൃണാം, ഈ മനുഷ്യൻ്റെ വിഡംബനം. ഭഗവാൻ നാടകം ചെയ്യുന്നയാളാ. നമുക്ക് നാടകം ചെയ്യാൻ, നമ്മൾ കൃത്രിമമായിട്ട് നാടകം ചെയ്യാം. ഭഗവാൻ അങ്ങനെയല്ല, അത് ഒറിജിനലാ. എന്നാ യസ്യ, എന്നാ ഇല്ല, യസ്യ ആരുടെയാണോ, കശ്ചിത് ഒരിക്കലെങ്കിലും, ദയിത പ്രേമത്തോട് കൂടിയിട്ട്, ഇഷ്ടത്തോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, അസ്ഥി ഉണ്ട് എന്നുള്ളൊരവസ്ഥ, കർഹിച്ചത് ഒരിക്കലെങ്കിലും, ദ്വേഷ്യശ്ച ഈ ദുഷ്ടനോട്, വിദ്വേഷം വേണ്ടവനോട്, യസ്മിൻ അയാള്, വിഷമ മതിഹി നൃണാം, വിഷമ സമമല്ലാത്തതായിട്ടുള്ളൊരവസ്ഥ, മതിഹി ബുദ്ധി നൃണാം ഈ മനുഷ്യരോട്. അപ്പോൾ ഇവിടെ ഒരിക്കലും എന്ന വേദ കശ്ചിത് ഭഗവാൻ സ്വീകരിച്ച ഭഗവാന്റേതായിട്ടുള്ള ഈ ഇച്ഛയെ നമുക്ക് മനസ്സിലാക്കാൻ കൂട്ടിയാൽ സാധിക്കില്ല. അതേപോലെ തവ ഈഹമാനസ്യ നൃണാം വിഡംബനം, ഈ അങ്ങയുടെ ഇച്ഛയുണ്ടല്ലോ, ഇത് അങ്ങയാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. എന്ത്? ഈ ആഗ്രഹത്തോടു കൂടിയിട്ട് പ്രവൃത്തി ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ ഒരു നാടകഭാവം ഉണ്ടല്ലോ, അത് കൃത്രിമമായിട്ടുള്ള ഒരു നാടകഭാവം. ഭഗവാന്റേത് സ്വയമേവ ഉണ്ടാകുന്നതാണ്, നമ്മുടെയിലോ കൃത്രിമമായിട്ടുള്ള ഒരു നാടകഭാവമാണ്. നമുക്ക് ഇതേ ശത്രു തന്നെ ധാരാളമായിട്ട് നമ്മളെ സഹായിക്കുകയാണെങ്കിൽ, ധനം തന്നിട്ടും ബഹുമാനം തന്നുകൊണ്ടും അതല്ലെങ്കിൽ സഹായിച്ചുകൊണ്ടും ഇരിക്കുകയാണെന്ന് വെച്ചാൽ ആ ശത്രു മിത്രമായിട്ടാണ് മാറി, അത്രയേ ഉള്ളൂ. ഭഗവാനിപ്പോൾ ഈ പൂർവ്വമായിട്ടുള്ള ദേഷിക്കുന്ന അയാളോടോ ഇത് കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യുന്ന അയാളോട്, അപ്പോൾ ആദ്യത്തെ ഭാവത്തിൽ ദേഷ്യവും പിന്നത്തെ ഭാവത്തിൽ സ്നേഹമാണ് വേണ്ടത്. ഇത് രണ്ടും ഭഗവാനില്ല, പക്ഷെ നമുക്കുണ്ടേനി. എന്നാൽ കശ്ചിത് ദയിത അസ്തി, ഭഗവാനെ സംബന്ധിച്ച് ഈ സ്നേഹത്തോട് കൂടിയിട്ടോ പ്രേമത്തോട് കൂടിയിട്ടോ അതല്ലെങ്കിൽ ഇഷ്ടനായിട്ടോ ഒരാളുമില്ല. അതല്ലെങ്കിൽ ഭഗവാൻ എല്ലാം ഇഷ്ടക്കാരാണ്. കർഹിച്ചത് ദേഷ്യശ്ച, കശ്ചിത് ദയിത കർഹിച്ചത് ദ്വേഷ്യശ്ച, രണ്ടുമില്ല ഭഗവാന്. യസ്മിൻ വിഷമ മതിഹി നൃണ, മനുഷ്യർക്ക് ഈ ഭാവമുണ്ട്. ആരിലാണോ ഈ സ്നേഹം വേണ്ടത് അത് മനുഷ്യർക്കുണ്ട്, ആരിലാണോ വിദ്വേഷം വേണ്ടത് അത് മനുഷ്യർക്കുണ്ട്, പക്ഷേ ഭഗവാൻ ഇല്ല. രണ്ടോ മൂന്നോ തവണ കേട്ടാലേ മനസ്സിലാവുള്ളൂ. ഈ രണ്ട് ശ്ലോകങ്ങളും മനുഷ്യഭാവത്തിൻ്റെ ലഘുത്വവും ഈശ്വരഭാവത്തിൻ്റെ മഹത്വവും പറയുകയാണ്. നമ്മൾ എപ്പോഴും സകാമമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരോപാസനയായാലും സകാമാണ്,
ഒരാളെ വധിക്കാൻ വേണ്ടി ചെയ്യാൻ വെച്ചാൽ അതും സകാമാണ്. പിന്നെ നടക്കുന്നത് മറ്റേ കാമല്ല. പിന്നെ ശിക്ഷാവിധികളും പിന്നെ ആ ദുഃഖ ദുരിതങ്ങളാണ്. നമ്മളൊരു ശത്രുവിനെ കൊന്നു നിൽക്കുക, നമ്മൾ നിയമത്തിൻ്റെ പിടിയിലായിപ്പോയി. പിന്നെ അനുഭവിക്കുന്നത് മുഴുവൻ ദുഃഖ ദുരിതങ്ങളാണ്. ഈ ദുഃഖം ഇല്ലാണ്ടാവാൻ ആ ശത്രുവിനെ കൊന്നതേ. പക്ഷേ അത് നമുക്ക് അർഹത ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ന്യായീകരിക്കില്ല ഭഗവാൻ. അവിടെ കുഴപ്പം. എന്നാൽ അത് ഭഗവാൻ ചെയ്യോ? അതുമില്ല. കാരണം നമ്മുടെ പ്രാരബ്ധം തീരാനാണ് ഇത് അനുഭവിക്കുന്നത്. അതിന് സൂത്രം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയിക്കോളൂ. നിങ്ങളുടെ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ അതിനെ ഉപേക്ഷിച്ചോളൂ. വെറും കൈയോട് കൂടിയിട്ട് അന്യനാട്ടിൽ പോയിക്കോളൂ, ഒഴിഞ്ഞു പോയിക്കോളൂ. അവിടെ പോയാൽ കിട്ടുന്നത് പച്ചവെള്ളം കുടിച്ച് ജീവിച്ചോളൂ. അതാണ് നിങ്ങളുടെ കർമ്മയോഗം. നിങ്ങളുടെ യോഗം ഇപ്പം അതാണ്. നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, സമ്പാദിച്ച് ഒഴിവാക്കിക്കോളൂ. തമ്മിൽ തല്ലിടാൻ പോണ്ട. നമുക്ക് താൽക്കാലികമായിട്ട് വിഷമം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വളരെ വലിയ ഒരു അനുഗ്രഹത്തിന് ഭാവിയിൽ ഗുണമാവും. എന്താ കാരണം? ഈ പ്രാരബ്ധം തീരുകയാണ്. അടുത്ത ജന്മം വേണ്ട. ഇത് നമ്മൾ കെട്ടിപ്പിടിച്ച് എന്ന് വെച്ചാലോ, അയാൾക്ക് വിദ്വേഷം വരാൻ കാരണം എന്താ? നമ്മിൽ എന്തോ ഉണ്ട്. ആ നമ്മിൽ എന്തോ ഉള്ളതിനെ വേണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഭാവമാണ് ഈ വിദ്വേഷത്തിന് നമ്മളെ ദ്രോഹിക്കാനുള്ള കാരണം. അപ്പോൾ അതിനെന്താ വേണ്ട? നമ്മൾ ഇത് കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട. ഈ ഈഹമാനത്വം ഉണ്ടല്ലോ, അത് വേണ്ട. നമുക്ക് ഇത് ഉപേക്ഷിച്ചിട്ടാ പോയാൽ മതി. അവിടേക്ക് എത്താൻ ലേശം വൈരാഗ്യം വരണം. വൈരാഗ്യം വരാതെ ഇത് കിട്ടില്ല. ജ്ഞാനമുണ്ടെങ്കിലേ വൈരാഗ്യം കിട്ടുള്ളൂ. ഭക്തി ഉണ്ടെങ്കിലേ ജ്ഞാനം കിട്ടുള്ളൂ. അപ്പോൾ ജ്ഞാനം യഥാർത്ഥത്തിൽ പൂർണ്ണമാവണമെങ്കിൽ ഭക്തിയുടെ സാമീപ്യം വേണം. ഭക്തിയും വേണം, ജ്ഞാനവും വേണം, വൈരാഗ്യവും വേണം. എന്നാലേ മുക്തി കിട്ടുള്ളൂ. അപ്പോൾ ഭഗവാന്റെ ഭഗവത്വത്തെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഈ കുന്തി ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയുന്നത്. അപ്പം നമ്മുടെ ഭാവം എന്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു? ശത്രുവിനോട് വിദ്വേഷഭാവത്തോട് കൂടിയിട്ടും മിത്രങ്ങളോട് സ്നേഹഭാവത്തോടും കൂടിയിട്ടിരിക്കുന്നു. അത് ആഗ്രഹിച്ചുകൊണ്ട് കർമ്മത്തെ ചെയ്യുന്നു എന്ന ഭാവമാണ്. ഈ സ്നേഹിക്കലൊരു കർമ്മമാണ്, വിദ്വേഷിക്കലൊരു കർമ്മമാണ്. അപ്പം അതിൻ്റെ പ്രേരണ എന്താ? ഈ ആഗ്രഹമാണ്. അപ്പോൾ ഈ ആഗ്രഹത്തെ ഉപേക്ഷിച്ചാലേ നമുക്ക് അതിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. ഇതാണ് ഈ ശ്ലോകങ്ങളെ കൊണ്ട് പറയണത്. കാമത്തെ ജയിക്കാൻ എളുപ്പമല്ല. നമ്മൾ കാമത്തെ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ വിഷയത്തെ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ധനത്തെ സമ്പാദിക്കൽ, അമിതമായിട്ടുള്ള അധികാരത്തെ സ്വീകരിക്കൽ, ഇതൊക്കെയാണ് കാമം എന്നാണ് നമ്മൾ ധരിച്ചെന്ന്. അതൊന്നല്ല, അതും ആണ്. അത്രയേ ഉള്ളൂ. നമ്മളിവിടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് ഇതെല്ലാം എൻ്റെയാണ് എന്ന് ധരിക്കുന്നത് കൊണ്ടാണ്, അഹംമമ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ വാച്യാർത്ഥത്തിനേക്കാൾ കൂടുതൽ അതിൻ്റെ അപ്പുറത്തൊരർത്ഥമുണ്ട്. 2-3 തവണ കേട്ടാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ക്ഷമയോട് കൂടിയിട്ട് ഭാഗവതന്മാരായിട്ടുള്ള നിങ്ങളിത് കേൾക്കുക. അപ്പോൾ ഈ ഒരു ഭാവത്തിൽ എല്ലാവരും എത്താൻ വേണ്ടിയിട്ട് ഈ ശ്ലോകങ്ങളെ പറയണം. മനസ്സിലായിട്ടില്ല വെച്ചാൽ വീണ്ടും നിങ്ങൾക്ക് ചോദിക്കാം, അത് പ്രതികരിക്കണം. അപ്പോഴാണ് എനിക്കും എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. മനസ്സിലായി എന്ന് പറയുക. ശ്രീ ഗുരുവായൂരപ്പ ശരണനാരായണ. നവേദ കശ്ചിൽ ഭഗവം ശികീർഷിതം. നമുക്ക് ഭഗവാന്റേതായിട്ടുള്ള ഇഷ്ടത്തെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, ഇച്ഛയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. തവ ഈഹമാനസ്യ നൃണാം വിഡംബനം. ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ് നമ്മുടേതായിട്ടുള്ള ഈ കാമത്തോടു കൂടിയിട്ടുള്ള പ്രവൃത്തി ചെയ്യുക എന്നത്. അതൊരു നാടകമാണ്. നയസ്യ കശ്ചിത്. അങ്ങനെയുള്ള ഈ ഭഗവാന് കശ്ചിത് ദയിത കർഹിജിത് ദ്വേഷ്യ. ഇത് രണ്ടും ഭഗവാനില്ല. നയസ്യ കശ്ചിത് ദയിത അസ്തി ദയിതോസ്തി കർഹിജിത് ദ്വേഷ്യസ്യ യസ്മിൻ വിഷമ മതി നൃണാം. എന്നാൽ മനുഷ്യർക്ക് ഈ ഇങ്ങനെയുള്ള ഭാവത്തിൽ സ്നേഹിക്കുന്നവരോട് സ്നേഹവും വിദ്വേഷിക്കുന്നവരോട്, ദുഷ്ടത കാണിക്കുന്നവരോട് വിദ്വേഷവും ഉണ്ട്. ഭഗവാൻ അതില്ല. അപ്പോൾ ഭഗവാന്റെ മഹത്വത്തെ പറയുന്നു, നമ്മുടെ ലഘുത്വത്തെ പറയണം. അപ്പോൾ 29ഉം 30ഉം 2 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അത് 28-29 മിനിറ്റ് എടുത്തു. ശ്രീ ഗുരുവായൂരപ്പ എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് കേൾക്കണമെന്ന്, നമ്മുടെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 2 ശ്ലോകത്തെ പറഞ്ഞത്. അത് കുന്തിയാണ് പറയുന്നത്, ഭഗവാനെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെ കിട്ടാൻ, നമ്മുടെ സ്വഭാവത്തെ മാറ്റം ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള ശ്ലോകങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ.
അത് കിട്ടുമാറാകട്ടെ. ഇപ്പോൾ 15ാമത്തെ ഭാഗമായിട്ടാണ് പ്രഥമ സ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത്. കുന്തി സ്തുതിയാണ് രംഗം. നാരായണ നാരായണ.